ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, സുഖമാണ്. കുഞ്ഞുങ്ങളെ, മഴ വരുന്നുണ്ട്, അതുകൊണ്ട് വേഗം ഓടി വന്നിട്ട് പ്രധാനം വിളിച്ച് വേഗം വീഡിയോ എടുക്കുകയാണ്. കാറ്റൊക്കെ നന്നായിട്ട് വീശുന്നുണ്ട് കേട്ടോ. ഭർത്താവേ, മഴ ഇപ്പൊ അല്ല കുഴപ്പമില്ല, മഴ പെയ്യേണ്ടതുണ്ട്, ആൾക്കാർക്ക് സന്തോഷമായിട്ട് സുഖമായിരിക്കുന്നു കേട്ടോ. നാളെ രാവിലെ അട്ടപ്പാടിക്ക് പോവാണ്. അത് കഴിഞ്ഞ പിന്നെ ഒരാഴ്ചത്തെ വാർഷിക ധ്യാനം തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ വേറെ ഫോട്ടോ കോൺടാക്ട് ഒന്നും കാണുകയല്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് OCD, ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതുപോലെ ബന്ധപ്പെട്ട ആങ്സൈറ്റി, അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പലരും പ്രാർത്ഥന റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നിട്ട് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇങ്ങനെ വല്ലതും വിചാരിച്ചിരുന്നതാണോ എന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ സെമിനാരിൽ ചേരാൻ ഈശോ പ്രചോദനം, ഞാൻ സെമിനാരിൽ ചേർന്ന വൈദികനാകുന്നു അല്ലേ. പക്ഷെ നോക്കി, അതിനുശേഷം അവർക്ക് ഓരോ കാര്യങ്ങൾ സംഭവിച്ചത്, സഖ്യം ധ്യാന കേന്ദ്രത്തിന്റെ ശുശ്രൂഷകള്, രൂപതയിലെ ശുശ്രൂഷകള്, PDM, ASTM, AFCM ധ്യാനങ്ങള്, ശരിക്കും പറഞ്ഞാൽ അന്ന് ഇതൊന്നും വിചാരിച്ചിരുന്നില്ലല്ലോ അല്ലേ. അപ്പൊ അതാണ് ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ സൂപ്പർ യോഹന 1:41 അവിടെ അന്ത്രയോസാണ്. അവൻ ആദ്യമേ തന്നെ തന്റെ സഹോദരനെ ശിമയോനെ കണ്ട് ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് പത്രോസ്ലിഹാനെ കൂട്ടി യേശുവിന്റെ അടുത്തേക്കല്ലേ നമ്മുടെ അന്ത്രയോസിന് ഭയങ്കര സംഭവം ഉണ്ടായി. വേഗം ശിമയോനെ, ഈ ശിമയോനെ കൂട്ടിക്കൊണ്ട് പോണ സമയത്ത് അന്ത്രയോസ് വിചാരിച്ചിരുന്നോ ഈ പത്രോസ്ലിഹ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ, ആദ്യത്തെ തലവനാവുന്നു, യേശുവിനൊരു രക്തസാക്ഷിയാവുന്നു, പത്രോസ് ആകുന്ന ഈ പാറമേല് കർത്താവ് സഭ സ്ഥാപിക്കും വല്ലതും വിചാരിച്ചിരുന്നാണോ? കൊണ്ടുവന്നവനേക്കാളും ടോപ്പായി പോയി. ശരിയല്ലേ? അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അറിയാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇതിനകത്ത് തന്നെയുള്ള എത്രയോ സാക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു വീഡിയോ ഒക്കെ ഒരാൾക്ക് അയച്ചു കൊടുത്തു, താല്പര്യമില്ല എന്ന് പറഞ്ഞു, ഇതാണ് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ രണ്ട് ചീത്തയും പറഞ്ഞു, എന്നാലും ഇച്ചിരി കഴിയുമ്പോൾ അയച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വന്നപ്പോൾ കറക്റ്റ് നിങ്ങൾ ആ സ്പോട്ടിൽ അയച്ചു കൊടുത്തു. എന്ത് സംഭവിച്ചു? അവർക്കൊരു ഭയങ്കര ദൈവാനുഗ്രഹ. ഇന്ന് അവരതിന്റെ പ്രൊമോട്ടേഴ്സായി. നിങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ നിങ്ങളെ ആദ്യം ഒന്ന് ചീത്ത പറഞ്ഞ ആളുടെ സാക്ഷി നിങ്ങൾ തന്നെ ഇതിനകത്ത് വായിച്ചിട്ടുണ്ടാവും അല്ലേ എന്ന് വിചാരിക്കുന്ന പോലെയാണ് ഈ സുവിശേഷ വേല എന്ന് പറയുന്നത്. അത് നമ്മൾ ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞ് കാട്ടുതീ, ഇവിടെ ഒരു ചെറിയ പിന്നെ ഒരു കത്തിക്കാൻ വേണ്ടി തീയിട്ടതാണ്, അതും കത്തിപ്പിടിച്ച സംഗതി ഇങ്ങനെ വല്ലതും വിചാരിച്ചതാണ്. ഇങ്ങനെ വല്ലതും ഇത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സുവിശേഷ വേല. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇതിന് നേരെ തിരിച്ചൊരു മറ്റൊരു വശമുണ്ട്. ചുമ്മാ ഒരു വാക്ക് പറഞ്ഞാണ് പുള്ളിയെ സീരിയസ് ആയിട്ട് ഭയങ്കര വഴക്കല്ലായിരിക്കും അത് നമ്മളെ വല്ലതും വിചാരിച്ച് പറഞ്ഞാണോ എന്ന് പറയുന്നത് പോലെ. മഴ പെയ്യാൻ തുടങ്ങി നിർത്തിയാക്കാം കേട്ടോ, നമുക്ക് സ്തുതിക്കാം. അതുകൊണ്ട് സുവിശേഷ വരെ ശരിക്കും ചെയ്യണം. ഈശോയെ കുറിച്ച് പറയാൻ ചാൻസ് എല്ലാ ഈശോയുടെ ഭയങ്കര സംഭവം എന്നാണ്. സ്തുതിക്കാം. ഹാലേലൂയ, 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 ഹാലേലൂയ. നന്നായി സ്തുതിച്ച് കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവമേ കർത്താവെ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഭാവനയെ കണ്ട് ഈശോയെ കുറിച്ച് പറയാനുള്ള പ്രത്യേക കൃപ നിങ്ങൾക്ക് നിറയട്ടെ. നാണം വിട്ടുപോട്ടെ, മടി വിട്ടുപോട്ടെ, ലജ്ജ വിട്ടുപോട്ടെ. കർത്താവ് ഇതാണ് ഒരുപാട് പേരെ പുറകോട്ട് വലിക്കുന്നത്. എന്ത് വിചാരിക്കും, പ്രശ്നമാവും, അതാവും. ഈ ഭയം വിട്ടുപോട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളെ ശക്തമായി താങ്ങട്ടെ. പരിശുദ്ധാത്മ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കട്ടെ. പ്രത്യേകിച്ച് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ മൂലം ക്ലേശിക്കുന്നവരുടെ മനസ്സിന്റെ തലങ്ങൾ യേശു സുഖപ്പെടുത്തുന്നു. കർത്താവ് ആവർത്തി ചെയ്യുന്ന ചില പ്രവർത്തികളെ, സംശയങ്ങളെ എല്ലാം വിട്ടുപോട്ടെ. കർത്താവ് സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് ഇന്ന ദിവസം ഒരു അനുഗ്രഹത്തിന്റെ ദിവസം, നിങ്ങളുടെ നിയമങ്ങളൊക്കെ നടക്കട്ടെ. കർത്താവ് മനസ്സറിഞ്ഞ് ബ്ലെസ് ചെയ്യുന്നു, ദുഷ്ടാരികളെ ബന്ധിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.